എല്ലാവർക്കും നിതിൻസ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരാൾ പുതിയൊരു എടുക്കുന്ന സമയത്ത് അയാൾ പർച്ചേസ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ കൺസിഡർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോയാണ്. എല്ലാവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ പർച്ചേസ് ചെയ്യാൻ ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് നോക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ഡെയിലി എത്ര കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട്, അത് നമുക്ക് എടുത്തുകൊണ്ട് പ്രയോജനമുണ്ടോ? വളരെ കുറച്ച് കിലോമീറ്ററുകളൊക്കെയാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ എടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം നമ്മുടെ ബഡ്ജറ്റ്. നമ്മൾ ഏത് ബഡ്ജറ്റിലുള്ള ആണ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതെന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ ഏത് കമ്പനിയുടെയാണ്. ഒരുപാട് കമ്പനികൾ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ടാറ്റ, ഹുണ്ടായി, മഹേന്ദ്ര, BM, ബെൻസ്, അങ്ങനെ ഏത് റേഞ്ചിലുള്ള വിസും ഇന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. ഓരോ ക്കും അതിൻ്റേതായ ക്വാളിറ്റീസും അതിൻ്റേതായ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. അപ്പം നമുക്ക് പറ്റുന്ന വണ്ടി ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. അതനുസരിച്ച് നമ്മുടെ ഡിസിഷനുമായിട്ട് മുമ്പോട്ട് പോവുക. ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര വികൾ നിങ്ങൾ ഓടിച്ച് നോക്കുക. കാരണം കാശ് നമ്മുടേതാണല്ലോ. ഓരോ കമ്പനികളും ഓരോ റേഞ്ചാണ് പറയുന്നത്. അത് അവരുടെ മാനുഫാക്ചർ പറയുന്ന റേഞ്ചാണ്. പക്ഷേ നമുക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റിയൽ ലൈഫ് റേഞ്ച് എത്ര കിട്ടുമെന്നാണ്. ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് നെക്സോൺ പ്രൈമാണ്. നെക്സോൺ പ്രൈമിന് കമ്പനി പറയുന്നത് 320 കിലോമീറ്ററാണ്. ഒരു 220-250 താഴെ കൂടുതലൊന്നും കിട്ടത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. അതുപോലെ ഓരോ വണ്ടികൾക്കും അതിൻ്റേതായ കംഫർട്ട് ലെവല്, അതുപോലെ തന്നെ പുതിയ ഫീച്ചേഴ്സ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വണ്ടി മൊബൈൽ ഫോൺ ഒരുപോലെയാണ്. ഓരോ മാസവും ഓരോ പുതിയ ഫീച്ചേഴ്സായിട്ടാണ് ഓരോ ടൈപ്പ് വണ്ടികൾ ഇറങ്ങുന്നത്. അപ്പോൾ നമുക്ക് പറ്റുന്ന നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന വണ്ടി ഏതാണെന്ന് മനസ്സിലാക്കി നമ്മളത് മേടിക്കുക. ചിലർ ഒരു പാഷനായിട്ട് മേടിക്കുന്നവരുണ്ട്. ചിലർ അവരുടെ ഡെയിലി യാത്രയിൽ അവരുടെ എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടി മേടിക്കുന്നവരുണ്ട്. അങ്ങനെ പല പർപ്പസിനാണ് ആൾക്കാർ മേടിക്കുന്നത്. ചിലർ പുതിയ ടെക്നോളജിയിലോട്ട് ഇവോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പറ്റുന്ന വണ്ടി ഏതാണോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് എടുക്കേണ്ട ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വാറൻറ്റിയാണ്. ഓരോ കമ്പനികളും ഓരോ തരം വാറൻറ്റിയാണ് പറയുന്നത്. അത് ഓരോരുത്തരും അതിനകത്ത് എന്തെങ്കിലും ഹിഡൻ ക്ലോസ് ഉണ്ടോ എന്നുള്ളതും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം. വാറൻറ്റി മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ആഫ്റ്റർ വാറൻറ്റിയും അതുപോലെ തന്നെ മുഖ്യമായ ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ ആഫ്റ്റർ വാറൻറ്റിയിൽ വാറൻറ്റിയുടെ കാര്യങ്ങളല്ല സെയിൽസ് മാനേജർമാരെല്ലാം പറയും. പക്ഷേ അവരൊരിക്കലും ആഫ്റ്റർ വാറൻറ്റിയുടെ കാര്യം പറയുകയല്ല. വാറൻറ്റി കഴിഞ്ഞാൽ എത്ര ഡിലേ വരും, എന്നാ കോസ്റ്റ് വരും, ബാറ്ററി ട്രാൻസ്പോർട്ടേഷനും വല്ല കോസ്റ്റും വരുമോ, ബാറ്ററി റിപ്പയറിങ്ങിന് ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള സെൽ മാറ്റി വെക്കുന്ന പരിപാടികളൊക്കെ ആണെങ്കിൽ അതിനെന്നാ കോസ്റ്റ് വരും. പാർട്സ് പൊതുവേ എക്സ്പെൻസീവാണ്. എല്ലാ പാർട്സും തന്നെ എക്സ്പെൻസീവാണ്. ഒരു വാറൻറ്റി കഴിഞ്ഞൊരു ബ്രേക്ക് ഡൗൺ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈ പൊള്ളുന്ന ഒരു കേസ് കേട്ടാണ്. അപ്പോൾ എക്സ്റ്റൻഡഡ് വാറൻറ്റി എത്ര വർഷം കൂടെ കിട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വണ്ടി എടുക്കുന്നതിന് മുമ്പേ ശ്രദ്ധിക്കണം. അതുപോലെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബാറ്ററി റീപ്ലേസ്മെൻറ്റ് മിക്ക കമ്പനികളും 8 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരോട് പ്രത്യേകം ചോദിക്കേണ്ട, ബാറ്ററി റീപ്ലേസ്മെൻ്റ് ആണോ അതോ റീഫർബിഷ്ഡ് ബാറ്ററി, വേറെ ഒരാൾ ഉപയോഗിച്ച് കംപ്ലയിൻറ്റ് വന്ന ബാറ്ററി റിപ്പയർ ചെയ്ത് നമുക്ക് തരുവാണോ അതോ പുതിയ ബാറ്ററി നമുക്ക് തരുവാണോ എന്നീ കാര്യങ്ങളും കൂടെ നമ്മൾ സെയിൽസ് മാനേജേഴ്സുമായിട്ട് സംസാരിക്കുമ്പം അത് ചോദിച്ച് മനസ്സിലാക്കണം. പല വണ്ടികൾക്കും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോം ചാർജേഴ്സ് ഉണ്ട്. മെയിനായിട്ട് നമ്മുടെ പോർട്ടബിൾ ചാർജർ എന്ന് പറയുന്ന സംഭവമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാൾ മൗണ്ടഡ് ചാർജേഴ്സും ഉണ്ട്. അതിന് നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്ത് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് മേടിക്കുന്നതാണ്. വാൾ മൗണ്ടഡ് ചാർജേഴ്സ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതിന് എനിക്ക് തോന്നുന്നത് എല്ലാ വാൾ മൗണ്ടഡ് ചാർജേഴ്സിനും 3 ഫേസ് കണക്ഷൻ വേണം. അതുപോലെ പോർട്ടബിൾ ചാർജർ ആണെങ്കിൽ നമുക്ക് ഏത് 16 ആംപിയറിൻ്റെ പ്ലഗിലും കുത്തി ചാർജ് ചെയ്യാം. ഒരുപാട് സമയമെടുക്കും വണ്ടിയുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി അനുസരിച്ച്. അതുപോലെ വണ്ടി ചൂസ് ചെയ്യുമ്പം മെയിനായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സർവീസ് സെൻറ്ററിൻ്റെ ക്വാളിറ്റിയും പെർഫോമൻസുമാണ്. ഓരോ കമ്പനികളും അവരുടെ സർവീസ് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് നേരത്തെ വണ്ടി എടുത്തവരോട് അഭിപ്രായം ചോദിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അറിയാമെന്നല്ല, അതറിയണം. എന്നാലേ നമുക്ക് എടുക്കുന്ന വണ്ടി നമുക്കൊരു മണ്ടത്തരമായി മാറാതിരിക്കുകയുള്ളൂ. കാരണം വെച്ചാൽ ചില കമ്പനികളിലെയൊക്കെ പാർട്സ് കിട്ടാൻ തന്നെ ഒരുപാട് താമസമാണ്. അവരുടെ ഹോം മാനുഫാക്ചറിങ് യൂണിറ്റിൽ നിന്ന് വരണമെന്നൊക്കെ പറഞ്ഞ് അവർ ഒരുപാട് ഡിലേ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളും കൂടെ നമ്മൾ സെയിൽസ് മാനേജേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഒരു ബാറ്ററി അതുപോലെ റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോയാൽ എത്ര സമയമെടുക്കും, വാറണ്ടി റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കിട്ടുമോ,
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവായിട്ട് സംസാരിച്ച് മനസ്സിലാക്കുക. അതുപോലെ EV എടുക്കുന്നതിന് മുമ്പ് നമ്മൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം EVയുടെ ലിമിറ്റേഷൻസാണ്. EVക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിനകത്ത് മെയിൻ തിങ് ഫ്യൂവലിംഗ് ആണ്. നമ്മൾ IC എഞ്ചിനെ കമ്പയർ ചെയ്യുമ്പം ഫ്യൂവലിംഗ് ടൈം EVക്ക് ഒരുപാട് കൂടുതലാണ്. എല്ലാവർക്കും അറിയാം, കാരണം ചാർജ് ചെയ്ത് വരണം. നമ്മുടെ കേരളത്തിൽ ഒരുപാട് നമുക്ക് ബിഗ് പവറുള്ള ചാർജേഴ്സ് ഉണ്ട്. പക്ഷേ നമ്മളൊരു ലോങ് ഡിസ്റ്റൻസൊക്കെ പോകുമ്പം കൂടുതലും 30 kW ചാർജേഴ്സാണുള്ളത്. ഇപ്പോൾ ഒരു വലിയ ബാറ്ററി കപ്പാസിറ്റി ഉള്ള വണ്ടിയാണെങ്കിൽ അത് നല്ലപോലെ റേഞ്ച് കുറഞ്ഞിട്ടൊന്ന് ചാർജ് ചെയ്ത് വരാൻ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ അതും നമ്മുടെ ഈ ലിമിറ്റേഷനകത്ത് വരുന്നൊരു മെയിൻ കാര്യമാണ്. അതുപോലെ ചെറിയ ചാർജിങ് ഉള്ള പവറുള്ള വണ്ടി, ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ വണ്ടിയൊക്കെ തന്നെയാണെങ്കിൽ പോലും ചാർജർ ടു ചാർജറാണ് ട്രാവലിങ്. അല്ലാതെ നമ്മളൊരു ലൊക്കേഷൻ ടു ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ ചാർജറിൽ നിന്ന് ആ ചാർജറിലോട്ട് പോകുന്നതാണ് നമ്മുടെ യാത്ര. ആ ഗ്യാപ്പിലുള്ളത് നമുക്ക് കാണാനായിട്ടുള്ള കാഴ്ചകളുണ്ടെങ്കിൽ കാണാം. നമ്മൾ ഒരുപാട് റൂട്ട് മാറിയൊന്നും പോയി കാണാൻ ഇന്നത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല. കേരളത്തിൽ കുഴപ്പമില്ല, ബാക്കിയുള്ളിടത്തെ കാര്യം പറഞ്ഞു. അതാണ് മെയിനായിട്ടുള്ള ഈ ഫ്യൂവലിംഗ് ടൈമും ഈ ട്രാവലിംഗ് റെസ്ട്രിക്ഷൻ ആണ്. കാരണം റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി അനുസരിച്ച് അത് നമ്മളെ ബാധിക്കും. അതേസമയം ഫ്യൂവലിംഗ് ടൈം ഏകദേശം ഒരു എൻ്റെയൊക്കെ വണ്ടിയുടെ ആണെങ്കിൽ നെക്സ്റ്റ് വൺ ഈ പ്രൈമൊക്കെ ആണെങ്കിൽ ഏകദേശം 1.5 മണിക്കൂർ ചാർജിങ് ടൈം എടുക്കും. അപ്പോൾ അത്രയും ക്ഷമയോടെ കാത്തിരിക്കാനായിട്ട് നമുക്ക് പറ്റുമോ, നമ്മുടെ സാഹചര്യം അതിനെ അനുവദിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളും കൂടെ വണ്ടി പർച്ചേസ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ EV എന്ന് പറയുന്നത് പ്യുവർലി സോഫ്റ്റ്വെയർ ബേസ്ഡ് വെഹിക്കിളാണ്. അപ്പം ഇടയ്ക്കൊക്കെ സോഫ്റ്റ്വെയർ ഗ്ലിച്ചുകളൊക്കെ വരാം. അപ്പം നമ്മൾ വഴി കിടക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ അതൊക്കെ നമ്മളെപ്പോഴും മനസ്സിൽ കരുതുക. നമ്മളൊരു EV വെഹിക്കിളിലോട്ട് പോകുമ്പോൾ ചെറിയ ഡിസ്റ്റൻസൊക്കെ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്നുള്ളവരുണ്ടെങ്കിൽ അത് EVയിലോട്ട് പോകാതെ IC എഞ്ചിൻ തന്നെയാണ് അവർക്ക് സേഫ്. പിന്നെ കംഫർട്ട് ലെവൽ IC എഞ്ചിനും EVയും തമ്മിൽ ഒരു രീതിയിലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പെർഫെക്റ്റാണ്. എത്ര ദൂരെ യാത്ര ചെയ്താലും മടുക്കില്ല. ഞാൻ ഇതുകൊണ്ട് ശ്രീനഗറും ഭൂട്ടാനും ഒക്കെ എൻ്റെ വണ്ടി കൊണ്ട് പോയതാണ്. അപ്പോൾ അതൊന്നും എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല, ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ 1,69,000 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഭൂട്ടാൻ ഈ വണ്ടി കൊണ്ട് പോയത്. അങ്ങനത്തെ പേടികളൊന്നും ഇല്ല. പിന്നെ ഇതൊക്കെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവർ കറക്റ്റായിട്ട് വണ്ടിയെപ്പറ്റി മനസ്സിലാക്കിയിട്ട് അവർ കസ്റ്റമറിന് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ പൊട്ടത്തരം പറഞ്ഞു കൊടുത്ത് കുഴി ചാടിക്കാതെ ഇരിക്കാനാണ് സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. പല സോഫ്റ്റ്വെയർ ഗ്ലിച്ചുകൾ വന്നാലും സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോകാതെ രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവാണ്. ഇപ്പം ടാറ്റയുടെ വണ്ടിക്കൊക്കെ ആണെങ്കിൽ 10ൻ്റെ സ്പാനർ വെച്ച് നെഗറ്റീവ് ടെർമിനൽ അഴിച്ചിട്ടാൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാകും. ബാക്കിയുള്ള വണ്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. എല്ലാം ഒന്ന് റീസെറ്റായി കഴിയുമ്പം പിന്നെയും സ്റ്റാർട്ടാകുന്നെന്ന് പറഞ്ഞ പോലെ EV പാർട്സ് കമ്പയർ ടു IC എഞ്ചിൻ വളരെ എക്സ്പെൻസീവാണ്. എല്ലാത്തിനും നല്ല വില വരുന്ന സാധനങ്ങളാണ്. അപ്പം അതും കൂടെ നമ്മൾ മനസ്സിൽ കരുതുക. നമ്മൾ വണ്ടി ഓടിച്ച് മുതലാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് വലിയ കാര്യമുള്ളൂ, അല്ലെങ്കിൽ വലിയ കഥയില്ല. നമ്മൾ നല്ലപോലെ ഓടിക്കുക. EV വണ്ടി നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ EV വണ്ടി എടുത്തിട്ട് കാര്യമുള്ളൂ. ചെറിയ ദൂരം ഓടിച്ച് നമ്മളങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു കംപ്ലയിൻറ്റ് വന്നാൽ നമ്മൾ മുടക്കുന്ന കാശ് വെച്ച് നോക്കുമ്പോൾ ഒരുപാടായിരിക്കും. കമ്പയർ ടു IC എഞ്ചിൻ EVയുടെ ഇനീഷ്യൽ പർച്ചേസ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യവും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുക. നമ്മുടെ ഉപയോഗം നല്ലപോലെ ഉണ്ടെങ്കിൽ EV വണ്ടി ഭയങ്കര ലാഭം, അതിനൊരു സംശയവും വേണ്ട. അതേസമയം നമ്മൾ ലാഭം യാത്ര കുറവാണെങ്കിൽ നമ്മൾ IC എഞ്ചിൻ തന്നെ പ്രിഫർ ചെയ്യുന്നതാണ് നല്ലത്. റിസ്ക്കുകൾ പലതും കുറയും. പ്രത്യേകിച്ച് നമ്മളൊരു സോളാറും കൂടെ വീട്ടിൽ വെക്കുവാണെങ്കിൽ 0 കോസ്റ്റ് വണ്ടി ഓടും. ഇപ്പം എൻ്റേത് 3.5 വർഷം കൊണ്ട് ഏകദേശം 1,79,000 കിലോമീറ്റർ ഓടി. വണ്ടി മാത്രം ടെസ്റ്റ് ഡ്രൈവ് എടുത്തിട്ട് പോയി മേടിക്കാതിരിക്കും. നമ്മൾ പല വണ്ടികൾ ആ റേഞ്ച്, നിങ്ങളുടെ ബഡ്ജറ്റിൻ്റെ റേഞ്ചിലുള്ള പല വണ്ടികൾ, അത് മുകളിലോട്ടും താഴോട്ടും നോക്കാം കുറച്ച്. അപ്പോൾ നമുക്ക് ആ കംഫർട്ട് ലെവൽ കൃത്യമായിട്ട് മനസ്സിലാക്കി കറക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. EV പർച്ചേസ് ചെയ്യുന്നവർ പല ഗ്രൂപ്പുകളുണ്ട്. പ്രീ പർച്ചേസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ ചേർക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അവരുടെയൊക്കെ അഭിപ്രായങ്ങളും കൂടെ എടുക്കാൻ ശ്രമിക്കുക.